കൂട്ടിന് ഒരുപാട് പേരുണ്ടാവുമെന്ന് കരുതി അമേരിക്കയ്ക്ക് സംഭവിച്ച അബദ്ധത്തെക്കുറിച്ചാണ് വേൾഡ് ഇൻ വേർഡ്സ് ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. പെരുന്നാളിലും തുറക്കാത്ത അല്ലക്സ പള്ളിയെക്കുറിച്ചും അമേരിക്കൻ തടവിൽ നിന്നും പുറത്തെത്തുന്ന ലീക്ക കോർദിയെക്കുറിച്ചും മറ്റ് രണ്ട് സംസാരങ്ങൾ. മുൻപെങ്ങുമില്ലാത്ത വിധം ദുഃഖിതനും നിരാശനും അതിലേറെ ദേഷ്യത്തിലുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ തടസ്സം നീക്കാൻ എല്ലാവരും തൻ്റെ കൂടെ നിൽക്കണമെന്ന ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എല്ലാവരും തള്ളിക്കളഞ്ഞതിൻ്റെ കലിപ്പിലാണ് പുള്ളി. കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ എവിടുന്നാണ് എന്ന് പോലും നോക്കാതെ മുഖം തിരിഞ്ഞ് നടന്നുപോയി. ഒരുപാട് രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കാനുള്ള ആലോചനയിലാണെന്നും ഉടൻ തന്നെ അവർ അക്കാര്യം പ്രഖ്യാപിക്കുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിടും എന്നുമൊക്കെയായിരുന്നു ട്രംപിൻ്റെ വീരവാദം. പക്ഷെ സംഗതി ഒരാഴ്ചയായിട്ടും റൂബിയോ മിണ്ടുന്നില്ല. മുൻപ് ഇറാഖിലും അഫ്ഗാനിലും അതിക്രമങ്ങൾ നടത്തിയപ്പോൾ നാറ്റോയും മറ്റ് സഖ്യരാജ്യങ്ങളും കൂടെ നിന്നിരുന്നു. അതിൽ തങ്ങൾക്കെന്ത് ലാഭം കിട്ടുമെന്ന് ഇവരെല്ലാം ചിന്തിക്കുകയും അതാത് കാലത്ത് അമേരിക്കൻ പ്രസിഡന്റുമാർ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു ആ ആക്രമണങ്ങളെല്ലാം. പക്ഷെ ഇപ്പോഴത്തേത് ട്രംപിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിപ്പോയി എന്നതാണ് ഇവരെ പിണക്കുന്ന പ്രധാന സംഗതി. തങ്ങൾക്ക് ആർക്കും ഹോർമുസിലേക്ക് കപ്പലുകൾ പറഞ്ഞയക്കാൻ പദ്ധതികളില്ലെന്ന് മിക്കവാറും രാജ്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തടുത്ത് നമ്മൾ എന്തിന് ബലിയാടാവാൻ പോയി നിന്നു കൊടുക്കണമെന്ന് ഇവർ ചിന്തിച്ചു കാണണം. യുദ്ധത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെയും വലിച്ചിഴച്ചു കൊണ്ടുവരികയും എല്ലാവരെ കൊണ്ടും ചക്രശ്വാസം വലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ട്രംപിൻ്റെ പദ്ധതിയെന്ന് ഇവർ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഞങ്ങളൊരു യുദ്ധവും തുടങ്ങിയിട്ടില്ല, ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിസ് വെട്ടിത്തുറന്നു പറഞ്ഞു. ഞങ്ങളൊന്നും വേണ്ടെന്നായിരുന്നല്ലോ അമേരിക്കയുടെ വാക്കുകൾ. ഇസ്രായേലും അമേരിക്കയും ഞങ്ങളോട് ചോദിച്ചിട്ടല്ല യുദ്ധത്തിലേക്ക് ചാടിയത്, പിന്നെന്തിന് ഞങ്ങൾ സഹായിക്കണം? ജർമ്മൻ വക്താവിൻ്റെ ചോദ്യമാണിത്. പ്രകൃതിവാതകവും പെട്രോളിയവും ഒക്കെ കൊണ്ടുവരാനുള്ള പ്രധാന വഴി അടഞ്ഞു പോയതിലാകെ ദുഃഖിതനാണ് ട്രംപ്. ലോകത്തിലാകെയുള്ളതിൻ്റെ 5% പെട്രോളിയവും മറ്റ് ഇന്ധനങ്ങളും ഇതുവഴിയാണ് വരുന്നത്. കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കാൻ തങ്ങൾ ഒരിക്കലും തയ്യാറാവില്ലെന്നാണ് സ്പെയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധമുഖത്തേക്ക് കപ്പലുകൾ പറഞ്ഞയക്കുക എന്നാൽ യുദ്ധത്തിൽ പങ്കാളികളാവുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ടെന്നാണ് ഇറ്റലി സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു യുദ്ധത്തിനും തങ്ങളിൽ നിന്ന് അവിടുത്തെ ഉപപ്രധാനമന്ത്രി മാറ്റിയോ സാൽവിനി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റഷ്യയുമായി ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ ട്രംപിന്റെ കൂടെ നിൽക്കാം എന്ന പുതിയൊരു ഐഡിയയുമായാണ് ഫിൻലാൻഡ് പ്രത്യക്ഷപ്പെടുന്നത്. യുക്രൈനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പറയുന്നതും ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നാവും. സെലൻസ്കി ആണെങ്കിൽ ഇറാനെ നേരിടാൻ പശ്ചിമേഷ്യയിലേക്ക് ആയുധങ്ങളും ആളുകളെയും പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. വെറുപ്പിന്റെ കാര്യത്തിൽ ഇറാനും റഷ്യയും സഹോദരങ്ങളാണ് എന്നാണ് MP-മാർ അഭിസംബോധന ചെയ്ത് സെലൻസ്കി പറഞ്ഞത്. യൂറോപ്യൻ യൂണിയനാണ് ഒറ്റയടിക്ക് ട്രംപിനെ തള്ളിക്കളയാത്തത് എന്ന് തോന്നുന്നു. ആസ്പെഡീസ് മിഷൻ എന്ന പേരിൽ ചെങ്കടലിൽ ഒരു നാവികസേനയെ നിലവിൽ യൂറോപ്യൻ യൂണിയൻ വിന്യസിച്ചിട്ടുണ്ട്. ഹൂത്തികളുടെ ആക്രമണങ്ങളെ നേരിടാനാണ് അവ പണിയെടുക്കുന്നത്. അതിനെ ഹോർമുസിലേക്ക് കൂടി നീട്ടിയാലോ എന്നൊരാലോചന യൂറോപ്യൻ യൂണിയന്റെ മനസ്സിലുണ്ടത്രേ. എന്നാൽ ആ ആലോചന മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഈ കപ്പൽപ്പടയെ നയിക്കുന്ന ഗ്രീസ് പറയുന്നത്. ഇതല്ലാത്ത വേറെന്തെങ്കിലും വഴികൾ ആലോചിച്ച് കണ്ടെത്തണമെന്നും പ്രശ്നങ്ങൾ വേഗം തീർക്കണമെന്നുമാണ് ഡെൻമാർക്കിന്റെ അഭിപ്രായം. നാറ്റോയുമായി കട്ടയ്ക്ക് നിൽക്കുന്ന രാജ്യമാണെങ്കിലും ഗ്രീൻലാൻഡിനെ കൈയടക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളിൽ ഡെൻമാർക്ക് അത്ര കണ്ട് തൃപ്തരല്ലാത്തതാണ് കാരണം. പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിക്കണമെന്നും ഇവർ യൂറോപ്യൻ യൂണിയനെ ഉപദേശിക്കുന്നുണ്ട്. ഹോർമുസിലെ തടസ്സം ഒഴിയണമെന്നുണ്ടെങ്കിലും വേറെ വഴികളിലൂടെ നടക്കുമോ എന്ന് നോക്കട്ടെ എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. യുദ്ധത്തിലേക്ക് എന്തായാലും ബ്രിട്ടനും ചാടാൻ ആഗ്രഹമില്ല. അതേസമയം ഞങ്ങൾ നിങ്ങൾ ഒരുപാട് സഹായിച്ചതാണെന്ന് മറക്കരുത് എന്നും ആര് ചെയ്താലും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ബ്രിട്ടനോട് ട്രംപ് സങ്കടത്തോടെ പറയുന്നത് നമ്മൾ കണ്ടു. ജപ്പാനും ഓസ്ട്രേലിയയും ദക്ഷിണ കൊറിയയും ബ്രിട്ടന് സമാനമായ നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാറ്റോയെ ഞാൻ കാണിച്ചു തരാമെന്ന ഭീഷണിയാണ് ട്രംപ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. നാറ്റോ വളരെ ബുദ്ധിമോശമാണ് ചെയ്യുന്നത്. നാറ്റോയുടെ കാര്യത്തിൽ ഇതൊരു പ്രധാന പരീക്ഷണ ഘട്ടമാണ് ട്രംപ് പറഞ്ഞു. യുദ്ധം തുടങ്ങിയാൽ ഞങ്ങൾക്ക് അത് എങ്ങനെ കൊണ്ടുപോകണമെന്നും അറിയാം എന്നും മറ്റുമൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ആര് സഹായിച്ചിട്ടില്ലെങ്കിലും തങ്ങൾ നേടേണ്ടതൊക്കെ നേടിയേ മടങ്ങൂ. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ലെന്നും ഇതിനിടയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനേക്കാളൊക്കെ അദ്ദേഹത്തിന് സങ്കടമാവുന്ന കാര്യം പശ്ചിമേഷ്യയിൽ എല്ലാവരും കൂടെ നിന്നിട്ടും ഇവന്മാരാരും നിൽക്കുന്നില്ലല്ലോ എന്നതിലാണ്. ഖത്തർ ഗംഭീരമായി സഹായിച്ചു. UAE അതിനേക്കാളും അപ്പുറം. സൗദി അറേബ്യയുടെ സഹായം പറയുകയേ വേണ്ട, അത്രയ്ക്കും ഉഷാർ.
ബഹ്റൈനും കൂടെ നിന്നു. ഇസ്രായേൽ പിന്നെ കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നാറ്റോ രാഷ്ട്രങ്ങൾക്കായി കോടികൾ ചെലവാക്കിയിട്ടും അത് വെറും ഒരു വൺ വേ പരിപാടിയായിപ്പോയി. പെരുന്നാളിനും തുടർന്നും അൽ-അഖ്സ പള്ളി പൂട്ടിയിടാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലി അധികാരികൾ ഇക്കാര്യം പ്രഖ്യാപിച്ചു എന്നാണ് അൽ-അഖ്സയുടെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത്. നിലവിൽ ഈ റമദാനിൽ പള്ളി തുറന്നിരുന്നില്ല. 1967 ഇസ്രായേൽ ജെറുസലേം കൈയടക്കിയ ശേഷം ആദ്യമായാണത്രേ ഒരു നോമ്പുകാലത്ത് വെള്ളിയാഴ്ച നമസ്കാരവും തറാവീഹും പോലും നിർവഹിക്കാൻ സാധിക്കാത്ത തരത്തിൽ അൽ-അഖ്സ പള്ളി പൂട്ടിയിടുന്നത്. പള്ളി പൂട്ടുന്നതിനൊപ്പം പ്രദേശത്തെ നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ പേരിൽ സ്ഥലത്തെ കച്ചവടങ്ങളും ആളുകളുടെ സ്വൈര്യസഞ്ചാരവും ഒക്കെ ഏതാണ്ട് നിലച്ച മട്ടാണ്. കൈക്കൂലി കൊടുത്താൽ കടകൾ തുറക്കാൻ സാധിച്ചേക്കും, അതും ഭക്ഷണശാലകൾ മാത്രം. പക്ഷേ ഭക്ഷണം വാങ്ങാൻ ആര് വരുമെന്നത് അതിലും വലിയ പ്രശ്നമാണ്. ഇതാണ് പ്രദേശത്ത് കാലങ്ങളായി കച്ചവടം ചെയ്തു വരുന്നവർ പറയുന്നത്. താൽക്കാലികമായി ഉണ്ടായിരുന്ന അൽ-അഖ്സ നിയന്ത്രണം ഇനി ഇസ്രായേൽ സ്ഥിരമാക്കുമോ എന്ന ആശങ്കയിലാണ് ഫലസ്തീനികളും ലോകരാഷ്ട്രങ്ങളും. 33-കാരിയായ ഫലസ്തീൻ അഭയാർത്ഥി ലീഖ കൊർദിയ അമേരിക്കൻ തടങ്കൽ പാളയത്തിൽ നിന്നും 1 വർഷത്തിന് ശേഷം മോചിതയായി. ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതിന് ക്യാമ്പസുകളിൽ നിന്നും ട്രംപ് ഭരണകൂടം പിടികൂടി തടവിലിട്ടവരിൽ അവസാനമായി മോചിതയാവുന്ന ആളാണ് കൊർദിയ. $1,00,000 ഇവർ ജാമ്യത്തുകയായി കെട്ടിവെച്ചത്. മുൻപ് 2 തവണ ഇവർക്ക് ജാമ്യം കിട്ടിയിരുന്നുവെങ്കിലും ഭരണകൂടം അപ്പീൽ നൽകിയത് കൊണ്ട് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. തടങ്കലിൽ നിന്നും മോചിതയായ ശേഷം അവൾ നേരെ പോയത് റമദാൻ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്കായിരുന്നു. നന്ദി.